കഴിഞ്ഞയാഴ്ച വീടിനു മുൻപിൽ മുറ്റമടിച്ചുകൊണ്ടിരുന്ന സ്ത്രീയുടെ മാല പൊട്ടിക്കുന്നതിനിടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപാണ് ബംഗളൂരു നഗരത്തിൽ രണ്ടാമത്തെ സമാന കൊലപാതകം. രണ്ട് സംഭവങ്ങളും നടന്നത് നെലമംഗലയിൽ. വീട്ടിൽ വെള്ളം ചോദിച്ചെത്തിയ ശിവകുമാർ എന്ന യുവാവാണ് ശോഭ എന്ന വീട്ടമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട ഭർത്താവിനോടൊപ്പമാണ് ശോഭ താമസിക്കുന്നത്. ഈ വിവരം മനസ്സിലാക്കിയ പ്രതി കഴിഞ്ഞ ദിവസം ശോഭ കടയിൽ നിന്ന് വരുന്ന സമയത്ത് പിന്തുടർന്നു. പരിചയം പുതുക്കി വെള്ളം ചോദിച്ച് വീട്ടിനുള്ളിൽ കയറി. ശോഭ വെള്ളമെടുക്കാൻ പോയപ്പോൾ പിന്തുടർന്നു പോയി കഴുത്ത് കത്തികൊണ്ട് അറുക്കുകയായിരുന്നു. തുടർന്ന് ഇവരുടെ ദേഹത്തുണ്ടായിരുന്ന 100 ഗ്രാമോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ഇതിനുശേഷം മൃതദേഹം അടുക്കളയിൽ ഉപേക്ഷിച്ച് മടങ്ങി. ശോഭയുടെ ഭർത്താവിനെ നോക്കാൻ ഡോക്ടർ എത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലൂടെ പ്രതി ശിവകുമാറാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. തുടർന്ന് ഇയാളെ പിടികൂടി. പ്രദേശത്ത് തന്നെ ഹോൾസെയിൽ കട നടത്തുന്ന ശിവകുമാറിന് 8 ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു. ഈ ബാധ്യത തീർക്കുന്നതിനാണ് കവർച്ച ആസൂത്രണം ചെയ്തത്. ദിവസങ്ങളോളം ഇയാൾ ശോഭയെ നിരീക്ഷിച്ചിരുന്നു. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സ്വർണത്തിന് വില വർദ്ധിച്ചതോടെ മാലമോഷണ കേസുകൾ നഗരപരിധിയിൽ കൂടുകയാണ്. കഴിഞ്ഞയാഴ്ച മാത്രം 10 കേസുകൾ നെലമംഗല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചുരുങ്ങിയത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്ന സ്ത്രീകൾ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.